തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ദമ്പതികൾ നിരവധിയുണ്ട്. മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിലും 2 വാർഡുകളിൽ നിന്ന് UDFന് വേണ്ടി ജനവിധി തേടുകയാണ് മുസ്തഫയും ഭാര്യ നിഷ മുസ്തഫയും. ഇപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ഇരുവരും ചേർന്ന് വേഗം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്നതാണ് പതിവ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം. ഓരോ വീടും ഓരോ നാടും ചൂടേറിയ ചർച്ചകളുടെ ഇടങ്ങളാണ്. നന്നമുക്ക് പഞ്ചായത്തിലെ ഈ വീട്ടിൽ ആ ആവേശം ഇരട്ടിയാണ്. കാരണം സ്ഥാനാർത്ഥികൾ 2 പേരും ഈ വീട്ടിലാണ്. ചാലുപറമ്പിലെ മുസ്തഫയും ഭാര്യ നിഷ മുസ്തഫയും UDF സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നത്. ഭർത്താവ് ഇതിനു മുൻപ് പഞ്ചായത്തിലെ 5ാം വാർഡിൽ നിന്ന് വിജയിച്ചിരുന്നു. ഇത്തവണ അതേ വാർഡിൽ നിന്ന് മത്സരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വാർഡ് വനിതാ സംവരണമായപ്പോൾ വീട്ടിലെ രാഷ്ട്രീയ ചൂട് നിഷയുടെ മുഖത്ത് പുഞ്ചിരിയായി മാറി. നിഷയാണ് 5ാം വാർഡ് UDF സ്ഥാനാർത്ഥി. ആദ്യമൊക്കെ വലിയതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടുകാർ എന്നും വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്കും ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഇത് കാരണം അങ്ങനെ നിന്നതിൽ സന്തോഷമുള്ളൂ. ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം അതിനൊക്കെ മനസ്സ് പാകപ്പെട്ട് സന്തോഷം. ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇനി മുന്നോട്ടുള്ളതും. വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നുള്ള പ്ലാനുണ്ട്. ഇക്കാ തുടങ്ങി വെച്ചതൊക്കെ പൂർത്തിയാക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട് മനസ്സിൽ. ആദ്യമായാണ് നിഷ രാഷ്ട്രീയ വേദിയിലേക്ക് എത്തുന്നത്. മുസ്തഫ ഇപ്പോൾ മത്സരിക്കുന്നത് തൊട്ടടുത്ത 14ാം വാർഡിൽ നിന്നാണ്. മൂക്കുതല സൗത്ത് ഉൾപ്പെടുന്ന പ്രദേശം. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചത് ഈ നന്നമുക്ക് പഞ്ചായത്തിലെ 5ാം വാർഡിലായിരുന്നു. അതിൽ ഇവിടുത്തെ വോട്ടർമാർ നല്ല ഒരു സ്വീകരണം തന്ന് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ തന്നെയാണ് എൻ്റെ ഭാര്യ മത്സരിക്കുന്നത്. അപ്പോൾ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ്. ഞാൻ 5 വർഷക്കാലം ഇവിടെ വളരെ എന്താ പറയുക, എല്ലാവരെയും പാർട്ടിയോ അല്ലെങ്കിൽ വേറെ ഒരു കൊടിയുടെ നിറമോ നോക്കാതെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രാപ്പകലില്ലാതെ ഈ വാർഡിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനമനസ്സുകളിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ജീവിതത്തിലും സേവനത്തിലും ഒരുമിച്ചുള്ള ദമ്പതികൾ ഇപ്പോഴും ഒന്നിച്ചാണ് ജനസേവനത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.